ഹായ്, ഞാൻ ലിവിൻ ഫ്രം കേരളയിൽ നിന്ന്. ഇന്നൊരു കമ്പനീനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. ഇതൊരു ഗ്രിഡ്ലെസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഓക്കെ, ഇത് ആഫ്രിക്കൻ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ പല ഉള്ളേരിയകളിലും അവർക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ പവർ കമ്പനികൾ അവിടേക്ക് ലൈൻ വലിക്കാനോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എത്തിക്കാനുള്ള ഒരു പ്രയത്നത്തിന് എത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിന് മാത്രം കസ്റ്റമേഴ്സ് ഉണ്ടാകാറില്ല. പക്ഷേ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ഗ്രിഡ്ലെസ് വന്നിട്ടുണ്ടാകുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ പല NGOകളും നോൺ പ്രോഫിറ്റ് സ്ഥാപനങ്ങളും പലതരത്തിലുള്ള ഹൈഡ്രോ സോളാർ ഗ്രിഡുകൾ പ്രവർത്തിപ്പിക്കുന്നതാണ്. അതായത് നമ്മുടെ വെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വൈദ്യുതിയും സോളാർ ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈദ്യുതി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പവർ സ്റ്റേഷനുകളുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പവർ സ്റ്റേഷനിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോസ്റ്റ് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ. ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഇത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു കസ്റ്റമർ ബേസ് അവിടെ ഇല്ലാതാനും. അതിന് ഒരു പരിഹാരമായിട്ടാണ് ഈ ഗ്രിഡ്ലെസ് വന്നത്. ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പവർ പ്ലാന്റുകളിലും ഇതേപോലെയുള്ള ചെറിയ പവർ പ്ലാന്റുകൾ കണ്ടെത്തിയിട്ട് അവിടെ ചെറിയ രീതിയിലുള്ള ഒരു മൈനിങ് ഫാം ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വില കുറവിന് ഇലക്ട്രിസിറ്റി കിട്ടുകയും ചെയ്യും. ഈ പവർ പ്ലാന്റ് നടത്തുന്ന ആൾക്കാർക്ക് സ്റ്റേബിളായിട്ടൊരു കസ്റ്റമർ ബേസ് കിട്ടുകയും ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൈനിങ് മെഷീൻ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നതാണ്. അതിനാണെങ്കിൽ അവർക്ക് അതിനുള്ള റിസോഴ്സസും സാമ്പത്തികവും ഉണ്ടാവും. പക്ഷേ കസ്റ്റമറിനെ സംബന്ധിച്ച്, അതായത് ഉള്ളേരിയയിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഈ ആഫ്രിക്കൻ ജനതയ്ക്ക് ഇത് വാങ്ങാനുള്ളതോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മൈനിങ് ടീം വരുന്നതുകൊണ്ട്, ഈ മൈനിങ് കമ്പനി വരുന്നതുകൊണ്ട്, ഈ ഗ്രിഡ്ലെസ് എന്ന കമ്പനി ഉള്ളതുകൊണ്ട് ഇവർക്ക് വൻതോതിലുള്ള ഒരു സാമ്പത്തിക സഹായം ഇവരുടെ നിന്ന് കിട്ടുകയും അതുകൊണ്ട് തന്നെ വില കുറവിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ഇലക്ട്രിസിറ്റി എത്തിക്കാനും പറ്റും. ഇത് നിലവിൽ ആഫ്രിക്കയുടെ ഈസ്റ്റേൺ ഭാഗത്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 3-4 രാജ്യങ്ങളായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.